Hello guys, welcome back to my YouTube channel. So this is yet another episode of my staycation vlog. So ഇത് രണ്ടാമത്തെ പാർട്ടാണ്. സോ വെൽക്കം. അപ്പോൾ നമ്മൾ അന്ന് വൈകിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ആദ്യോഗി പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ആദ്യോഗിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് ഇൻ കോയമ്പത്തൂർ. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചൊരുങ്ങി ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇതാണ് നമ്മളുടെ ഒരു ഇത്, അവിടുത്തെ ശിവൻ്റെ പ്രതിമയും അതേപോലെ അവിടുത്തെ കുറച്ച് സദ്ഗുരുവിൻ്റെ ആണല്ലോ ആദ്യോഗി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ആദ്യം തന്നെ എനിക്ക് നല്ല വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പോയിട്ട് കുറച്ച് പോപ്കോൺ തിന്നു. പക്ഷേ ഈ പോപ്കോൺ ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മൊത്തം കംപ്ലീറ്റ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് ആദ്യോഗി വരുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റാച്യൂവിൽ വരുന്ന ചേഞ്ചസ് കാണാനാണ് കൂടുതൽ ആൾക്കാരും ഒരുപാട് നേരം അവിടെ കൂടി നിൽക്കണത്. സോ നിങ്ങൾക്ക് ഈ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ തിരക്ക് എന്തുമാത്രം ഉണ്ടെന്നുള്ളത്. ഈ ഒരു സംഭവം കാണാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തുള്ള സകല ജനങ്ങളും അത്രയും മീൻസ് സദ്ഗുരുവിൻ്റെ ഈ ഒരു ആദ്യോഗി എന്ന് പറയുന്ന സംഭവം കുറേ നാളുകൾക്ക് മുമ്പ് അത്ര ഫേമസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റാച്യു ഇവിടെ എന്ന് വന്നോ, സ്റ്റാച്യു വന്നു എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇവിടെ അമ്പലമുണ്ട്, അതേപോലെ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെഡിറ്റേഷൻ. ഇവിടെ ഒരു യോഗ സെൻറ്റർ ഉണ്ട്, ഫ്രീ യോഗ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇപ്പോൾ സദ്ഗുരുവിൻ്റെ തന്നെ ഓൺലൈനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു അടിപൊളി വൈബ് തരുന്നൊരു സ്ഥലമാണ്. ഇത്രയും ആൾക്കാർ, അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫെയർ ടിക്കറ്റ്സ് എടുക്കുമല്ലോ നമ്മൾ കാർ പാർക്ക് ചെയ്യാനായിട്ട്, അതുപോലും ഇവർ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ദിവസം ഇവിടെ വരുന്ന ജനങ്ങൾക്ക് കൈയും കണക്കില്ല. പക്ഷെ എന്നാൽ കൂടിയും ഇവരിതൊന്നും ഫെയർ പോലും ഈടാക്കാണ്ട് ഇവരിത്രയും വലിയൊരു സംഭവം നമ്മളെ ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു കൈൻഡ് ഓഫ് ബ്ലസ് ഫീൽ. പിന്നെ ഞാൻ ഇത്തിരി ഒരു ശിവഭക്തി കൂടുതലുള്ള ആളാണ് കേട്ടോ. എനിക്കറിയില്ല എത്ര പേര് ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് അറിയത്തില്ല. ആരെങ്കിലും ഏത്തിയസ്റ്റ് ആണെങ്കിൽ ഐ ഡോണ്ട് നോ, ബട്ട് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, സംഭവമാണ്. ആൻഡ് ഓൾസോ ഹിസ് മൈ ഫേവറേറ്റ്. അപ്പോൾ അതുകൊണ്ട് അടിപൊളി വൈബായിരുന്നു. ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചേഞ്ചസ് നമ്മൾ ശരിക്കും അവിടെ ആസ്വദിച്ച് കാണേണ്ടതാണ്. ഓരോ ആൾക്കാരുടെ റിയാക്ഷൻസ് കാണണം നമ്മൾ ഈ ഒരു സ്റ്റാച്യൂവിൽ ഇത്ര ചേഞ്ചസ് വരുമ്പോൾ. ഇതിൽ ആക്ച്വലി ചേഞ്ചസ് അല്ല കേട്ടോ, ഇതെന്തോ ഒരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ. പക്ഷെ ആ കഥ അവർ ഇങ്ങനെ പുറകിൽ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കില്ല. ഇത്ര ആൾക്കാരിങ്ങനെ നിൽക്കുന്നത് കൊണ്ടും അവരുടെ ശബ്ദങ്ങളുള്ളത് കൊണ്ടും നമ്മൾക്ക് ബിഹൈൻഡ് എന്താണ് ഇതിൻ്റെ സ്റ്റോറി എന്നുള്ളത് കേൾക്കുന്നില്ല. പക്ഷേ ഐ തിങ്ക് യൂട്യൂബിലൊക്കെ ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഇത് തന്നെ പറ്റിയത് എനിക്ക് തോന്നുന്നു 16 Pro ആയതുകൊണ്ടാണ് ഇത്രയും തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത്. എനിവേസ് താങ്ക് ഗോഡ് ഇത്രയും നല്ലൊരു, കാരണം നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഒരു തവണ വന്നപ്പോൾ എനിക്കിത് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഇത്തവണ വന്നപ്പോൾ എന്തോ ദൈവാനുഗ്രഹം പോലെ തന്നെ കണ്ടു. പുള്ളി ഇന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വരുത്തിയത്. എനിവേസ് നമ്മൾ ഇന്നത് കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് ബിഹൈൻഡ് എന്താണ് സ്റ്റോറി എന്നുള്ളത് ഇന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. നിങ്ങളെ ആരെങ്കിലും ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ഹാവ് ഇറ്റ് സം ഫൺ. ഇതൊരു ഫൺ മാത്രമായിട്ട് കാണണ്ട, പക്ഷേ ഇതൊരു ഫണ്ണുമാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മെഡിറ്റേഷൻ. ഒരുപാട് സമയം ഇതിങ്ങനെ മൂവ് ചെയ്യും. പക്ഷെ ആ ഒരു 15 minutes ഉള്ളൂ. പക്ഷെ ആ 15 minutes ഭയങ്കര വലിയൊരു സംഭവമാണ്. ഡേ ടു ഡേ ലൈഫിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. നമ്മൾ ഒരു ദിവസം കാണാൻ പോയെന്നെങ്കിലും ആ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിരുന്നു. ഇതിന് പിന്നിൽ കുറേ ബാക്ക്ഗ്രൗണ്ട് വോയിസുകളുണ്ട്, പക്ഷേ ആൾക്കാരുടെ ശബ്ദത്തിനിടയിൽ ഇത് നമ്മൾ കേൾക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ റിട്ടേൺ ആണ്. ഞാൻ ചിലപ്പോൾ കൊച്ചിയിലേക്ക് ഇറങ്ങും, ഇല്ലെങ്കിൽ നാട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ലൈറ്റ് ഒന്നും ആക്ച്വലി ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്യട്ടെ. ഫസ്റ്റ് ഇതെന്താ മമ്മി മാസ്റ്റർ ഇടുമ്പോൾ എല്ലാം പോണേ. എല്ലാ ലൈറ്റും വന്നു.
ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്ന താജിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ബുഫേ ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റികൾ നമുക്ക് ഈ ഫുഡെല്ലാം കഴിക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഏതൊക്കെ ഫുഡുണ്ടോ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. ഞാനെടുത്തിരുന്നത് കോൾഡ് കോഫി എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ എൻ്റെ വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം നമുക്ക് ഡിഫറെൻറ്റ് എന്താ പറയുക, ടേസ്റ്റസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ സ്ഥലങ്ങൾ മാറുമ്പോൾ എനിക്ക് എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എനിക്ക് ചെറിയ ചെറിയ അസിഡിക് പ്രോബ്ലംസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ സ്ഥലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ഞാൻ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ. എനിക്കത് ഹോം സിക്നെസ് ഇല്ല കേട്ടോ, പക്ഷെ എന്നാലും സംവെയർ എനിക്ക് എൻ്റെ കേരളം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിതുള്ളതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഫുഡ് എക്സ്പ്ലോറിംഗ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് കോംപ്ലിമെൻ്ററി കേക്ക് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ കുറച്ച് പോയിൻറ്റ്സ് വിവാൻ്റെയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി കേക്ക് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രാവിലെ അതൊക്കെ തന്നു. നമ്മളത് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ അവിടെ നേരെ റോസ് ഗാർഡനിലേക്ക് പോവാണ്. ഇത് ആക്ച്വലി ഹോർട്ടിക്കൾച്ചർ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രത്യേകമായിട്ട് അവർക്കൊക്കെ റിസർച്ച് പേപ്പേഴ്സായിട്ടും പല പല സ്പെസിമെൻസ് ആയിട്ടും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റോസ് ഗാർഡൻ ഏരിയ ആണ്. നമ്മളത് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോയി വരാനുള്ള ടൈം പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ എനിക്ക് തിരിച്ച് റിട്ടേൺ കൊച്ചി പോകേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നേരത്തെ ഡിലേ ആക്കാതെ ലാഗ് വരുത്താതെ നേരത്തെ പോകണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാനിങ്. അപ്പോൾ ഊട്ടിയിൽ നിന്നുള്ള പ്ലാനിങ് ചെറുതായിട്ടൊന്ന് സ്കിപ്പടിച്ചൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്തുകയാണെങ്കിൽ നല്ലതെന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ ബിയോണ്ട് ടൈമിന് കൊച്ചി എത്തിയിട്ടുണ്ടായില്ല. ടൈം കഴിഞ്ഞു പോയി. കാര്യം ഹോസ്റ്റലിൽ ഇത്ര ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. എനിവേയ്സ് അത് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് എല്ലാവരുമായിട്ടൊന്ന് ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഒന്ന് ആസ്വദിച്ചു. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു വ്യൂ പോയിൻ്റ്, കൂടനാട് വ്യൂ പോയിൻ്റ് ഇതാണ് ഹോർട്ടിക്കൾച്ചർ. സിംസ് പാർക്ക് ഉണ്ട്, അതേപോലെ റോസ് ഗാർഡനും ഉണ്ട്. റോസ് ഗാർഡൻ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തെങ്കിലും അധികമായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. സിംസ് പാർക്കിലാണ് നമ്മൾ കൂടുതലായിട്ട് പോയിട്ടുണ്ടായത്. ഇവിടെയാണ് ഇതിന് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഞാൻ ലാൻഡ്സ്കേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് ഒന്നും തന്നെയും. കംപ്ലീറ്റ് ഞാൻ പോർട്രേറ്റിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് ഇടാനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാൻഡ്സ്കേപ്പ് കൂടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെടാതെ ഷോർട്സിലെ ക്ലിപ്പ് തന്നെ ഇങ്ങോട്ടും കൂടി ആഡ് ചെയ്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെ ഭായി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും നല്ല എക്സ്പ്ലോറിങ് ആയിരുന്നു. രസമായിരുന്നു. അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു റൊമാൻസും അതേപോലെ തന്നെ ഒരു കെയറിങ്ങും എല്ലാം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായി. പിന്നെ നമ്മൾ അധികം നടന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഒന്ന് നമ്മളുടെ ഏജിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതേപോലെ ഒരുപാട് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ എന്താ പറയുക, നമ്മൾ പറയില്ലേ മരമല്ല, നമ്മൾ ഈ ഒരു സ്ഥലത്തു നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ആ ഒരു ഹൈ പീക്കിൽ വരുമ്പോഴും അതേപോലെ ലോ പീക്കിലേക്ക് വരുമ്പോഴും ഒരുപാട് നടക്കാനുണ്ട്. എസ്പെഷ്യലി ഒരു ഗാർഡൻ ഏരിയാസൊക്കെ ആകുമ്പോൾ ഓരോന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാനുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും ആരോഗ്യത്തിൻ്റെ കുറച്ച് പരിമിതികൾ കൊണ്ട് നമ്മൾ അധികം നടക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് വരണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമുക്ക് കൊച്ചി റിട്ടേൺ പോകേണ്ടത് കൊണ്ട് തന്നെ ബിയോണ്ട് ടൈമിനെങ്കിലും എത്തണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. എങ്കിൽ പോലും നമ്മൾ ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അധികം അവിടെ ലാഗ് വരുത്താതെ അങ്ങനെ പോയത്. പിന്നെ അമ്മയുടെ കുറച്ച് ഷോർട്ട് വീഡിയോസും എൻ്റെ കുറച്ച് വീഡിയോസും ബായുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ കുറേയധികം അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ അമ്മയുടെയും കുറേയൊക്കെ എൻ്റെയും അതേപോലെ തന്നെ ഷോർട്ട് കുട്ടി വീഡിയോസും നമ്മളതിൽ ഇടുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് പറ്റുകയാണെങ്കിൽ ഇതിനകത്തും ഷോർട്സ് രീതിയിൽ ഇടണം എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലിപ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബായിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, അതും എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. നല്ല സന്തോഷമായിരുന്നു ബായിക്ക്. ബായി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ അങ്ങനെ അവിടുന്ന് നമ്മൾ നിയർ ബൈ ഉണ്ടായിരുന്ന ഒരു റിവറായിരുന്നു കേട്ടോ ഇത്. രസമുണ്ട് കാണാൻ, പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കേരളത്തിലെത്തി. ഫുഡ് കഴിക്കാൻ KTTC ടാമറിൻ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. ഞാൻ പിറ്റേ ദിവസമാണ് രാവിലെ ബാക്ക് ടു കൊച്ചി പോയത്. അങ്ങനെ ഇന്നത്തോടു കൂടി ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേക്കേഷൻ്റെ വീഡിയോസ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.